ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ സെമി കണ്ടക്ടർ ഡയോഡ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്? ഇവിടെ യൂണിപോളാർ ഡിവൈസ് ഏതാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ യൂണിപോളാർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് കണ്ടക്ട് എന്താണ്? ഓൺലി യൂസിങ് വൺ ടൈപ്പ് ഓഫ് ചാർജ് കാരിയേഴ്സ്. ഒരേ ഒരു ചാർജ് കാരിയേഴ്സ് കൊണ്ടാണ് കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ യൂണിപോളാർ ആയിരിക്കും. ബൈപോളാർ, ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബൈപോളാർ ആണ്. അതായത് ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും ഇൻഫ്ലുവൻസോട് കൂടി കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുകയാണെങ്കിൽ അത് ബൈപോളാർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. FET ആണ് ആൻസർ വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് കണ്ടക്ഷൻ ഓൺലി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ട് മാത്രമായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഒറ്റ ചാർജ് കാരിയേഴ്സ് കൊണ്ട് മാത്രമാണ് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നതെങ്കിൽ അത് യൂണിപോളാറും, രണ്ട് ചാർജ് കാരിയേഴ്സ് കൊണ്ടും കണ്ടക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ബൈപോളാറും ആയിരിക്കും. ഓക്കെ, FET തന്നെ നമുക്ക് JFETും മോസ്ഫെറ്റും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എന്തിന്റെയാണ്? യൂണിപോളാർ ഡിവൈസസിന്റെ. ബാക്കിയെല്ലാം ബൈപോളാർ ഡിവൈസസ് ആണ്. PN ഡയോഡും സെനർ ഡയോഡും ഓർഡിനറി ട്രാൻസിസ്റ്റേഴ്സും ഒക്കെ രണ്ട് ചാർജ് കാരിയേഴ്സിന്റെ ഇൻഫ്ലുവൻസോട് കൂടി കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്ന ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? യൂണിപോളാർ അല്ല, ബൈപോളാർ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ആക്റ്റീവ് കമ്പോണന്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ട്യൂണിംഗ്? ഇലക്ട്രോണിക് ട്യൂണിംഗിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഡയോഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡയോഡുമായി റിലേറ്റ് ചെയ്തതാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, വാരക്ടർ ഡയോഡ്. വാരക്ടർ ഡയോഡിന്റെ സിമ്പലിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഡയോഡ് പോർഷൻ ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്ററിന്റെ പോർഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേരിയബിൾ കപ്പാസിറ്റൻസ് എന്നും അറിയപ്പെടുന്നു. ഇത് ആനോഡ്, ഇത് കാഥോഡ്, ഇതെന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് വേരി ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന് വാരക്ടർ ഡയോഡിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് വേരി ക്യാപ്പ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ട്യൂണിംഗ് ഓഫ് LC സർക്യൂട്ട്സിൽ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സിൽ, പാരാമെട്രിക് ആംപ്ലിഫയേഴ്സിൽ, ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വേരിയബിൾ കപ്പാസിറ്റർ ആണ്. വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് ദ ഡയോഡ് വേരീസ് ലീനിയർലി വിത്ത് വോൾട്ടേജ് വെൻ റിവേഴ്സ് ബയാസ്. അതായത് ഇത് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഈ വേരി ക്യാപ്പ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ ആനോഡ് എവിടെയായിരിക്കും കൊടുക്കുക? നെഗറ്റീവ് ടെർമിനലിലും കാഥോഡ് പോസിറ്റീവ് ടെർമിനലിലും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വേരി ക്യാപ്പിന്റെ കപ്പാസിറ്റൻസ് ഈ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് ട്യൂണിങ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം കപ്പാസിറ്റൻസ്, റിവേഴ്സ് ബയാസിലുള്ള കപ്പാസിറ്റൻസ് ഏതാണ്? ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അഥവാ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയും. അതാണ് റിവേഴ്സ് ബയാസിലെ കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ εA/W ആണ്. W എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആണ്. റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. വിഡ്ത്ത് കൂടുമ്പോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് വളരെ മിനിമം ആയിരിക്കുന്ന ടൈമിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, വാരക്ടർ ഡയോഡ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ്സ് ആർ. സെനർ ഡയോഡിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹെവിലി ഡോപ്ഡ് എന്നുള്ളതാണ് ആൻസർ. അതായത് റിവേഴ്സ് ബയാസ് ആൻഡ് ഹെവിലി ഡോപ്ഡ്. നമുക്കറിയാം ഓപ്ഷൻ ബി, ഇവിടെ ഓപ്ഷൻ ബി റിവേഴ്സ് ബയാസ് ആൻഡ് ഹെവിലി ഡോപ്ഡ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. കാരണം നമുക്കറിയാം സെനർ ഡയോഡ് എന്ന് പറയുന്നത് എങ്ങനെയാ കണക്ട് ചെയ്യുക? ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരു സെനർ ഡയോഡ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കും. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇത് DC വോൾട്ടേജ് ഇൻപുട്ട്. ദെൻ പിന്നെ ഒരു പ്രത്യേകത, നമ്മളൊരു ലോഡിന് പാരലായിട്ടായിരിക്കും എപ്പോഴും സെനർ ഡയോഡ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് ലോഡ് റെസിസ്റ്റൻസ്, ഇതാണ് സെനർ ഡയോഡ്. സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VZ ആയിരിക്കും. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. കാരണം വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലാണ് നമ്മുടെ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതായത് എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലും ഇവിടുത്തെ കറണ്ടിൽ ഇൻക്രീസ് വരുന്നതല്ലാണ്ട് ഔട്ട്പുട്ടിലെ സെനർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെനർ ഡയോഡ് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ P സൈഡും N സൈഡും ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആയിരിക്കും നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇൻ. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഏത് ഡയോഡിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടണൽ ഡയോഡാണ് വരുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാര ഉള്ളത് നമ്മുടെ ഓപ്ഷൻ ബി ടണൽ ഡയോഡിനാണ് വരുന്നത്. ടണൽ ഡയോഡില് ഒരു IV ക്യാര ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടണൽ ഡയോഡിന്റെ IV ക്യാര എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ IV ക്യാര എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡ് ആയതുകൊണ്ട് ഇങ്ങനെ വരിക. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് വാലി പോയിന്റ്. അതുപോലെ തന്നെ ഈ പോർഷൻ വരുന്നതാണ് ഓമിക് റീജിയൻ. ഓക്കെ, ഇത് ഓമിക് റീജിയൻ. ഈ പോർഷൻ, ഈ മിഡിലെ പോർഷനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്ന നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഓക്കെ, ഇവിടെ കൺവെൻഷണൽ ഡയോഡിന്റെ പോലെ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ടണൽ ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ടണൽ ഡയോഡ് നമുക്ക് ആദ്യം ശരിക്കും ഓമിക് റീജിയൻ ആയിട്ട് കറക്റ്റ് ഓംസ് ലോ ഒബേ ചെയ്ത് തന്നെ പോവും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു പോർഷൻ കഴിയുമ്പോഴത്തേക്കും വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് അതിനെ എന്ത് പറയാം? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ടണൽ ഡയോഡിലാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ളത്. ടണൽ ഡയോഡിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് എസാക്കി ഡയോഡ് എന്നറിയപ്പെടുന്നുണ്ട്. ടണൽ ഡയോഡിന്റെ വേറൊരു നെയിമാണ് എസാക്കി ഡയോഡ്, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. വോൾട്ടേജ് കൂടുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എൻ സൈഡിലും പി സൈഡിലും ജനറേറ്റ് ചെയ്യും. അങ്ങനെ മാക്സിമം കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? പോസിബിൾ ആവും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറണ്ട് ക്യാരിയേഴ്സ് കൂടി വോൾട്ടേജ് കൂടി കഴിഞ്ഞാലും എന്തുണ്ടാവുന്നില്ല? ഔട്ട്പുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടണൽ ഡയോഡിന്റെ ഈ പോർഷനെ പറയുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ടണൽ ഡയോഡിന്റെ സിമ്പൽ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടണൽ ഡയോഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ടണൽ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഈ പോർഷൻ ആനോഡ്, ദെൻ ഈ പോർഷൻ കാഥോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ടണൽ ഡയോഡാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻ എ സെനർ ഡയോഡ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വെരി ഹൈ ആണ്. എന്താണ്? വെരി ഹൈ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ്. ഹെവിലി ഡോപ്ഡ് വിത്ത് എന്താണ്? റിവേഴ്സ് ബയാസിലാണ് അതിന്റെ പ്രോപ്പർ വർക്കിംഗ്. സെനർ ഡയോഡ് ഫോർവേഡ് ബയാസിലും വർക്ക് ചെയ്യും. പക്ഷെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? നമ്മുടെ ഒരു ഓർഡിനറി ഡയോഡ് പോലെ മാത്രമേ ഫോർവേഡ് ബയാസിൽ അത് ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ കോമ്പൻസേഷൻ ഓഫ് എ 18 വോൾട്ട് സെനർ ഡയോഡ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കണക്ടിങ് ഇറ്റ് ഇൻ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെനർ ഡയോഡിന്റെ കേസിൽ ഉണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ കോമ്പൻസേഷൻ എന്നൊരു പ്രോപ്പർട്ടിയെ പറ്റിയാണ്. നമുക്കറിയാം സെനർ ഡയോഡിന്റെ സർക്യൂട്ട് ഡയഗ്രം നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. സെനർ ഡയോഡിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്താണ്? ഇങ്ങനെ സെനർ കണക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിലായിരിക്കും കണക്ട് ചെയ്യുക. എന്താണ്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ എന്തായിരിക്കും കൊടുക്കുക? നെഗറ്റീവ് സൈഡും സെനറിന്റെ നെഗറ്റീവ് സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവിലും, അതുപോലെ തന്നെ സെനറിന്റെ ആനോഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യും. അതേപോലെ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിരിക്കും എന്ത് ചെയ്യുക? സെനർ കണക്ട് ചെയ്യുക. ഇതാണ് ലോഡ് റെസിസ്റ്റൻസ്. അതിന് പാരലൽ ആയിട്ടായിരിക്കും സെനർ ഡയോഡ് കണക്ട് ചെയ്യുക. ഇവിടെ ടെമ്പറേച്ചർ കോമ്പൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് കീപ്പ് ചെയ്യുന്ന ഒരു ഡയോഡാണ്. അതുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ സെനറിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിന് ബിലോ മാത്രമേ സെനർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് സ്പെസിഫിക് വാല്യൂ പറഞ്ഞ 4.7 വോൾട്ടിന് ബിലോ ആണെങ്കിൽ മാത്രമേ നമ്മുടെ സെനർ ഡയോഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുകയുള്ളൂ. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 4.7 മുകളിൽ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 18 വോൾട്ട് ആണ് പറയുന്നത്. അപ്പോൾ 4.7 മുകളിലാണ് വോൾട്ടേജ്. അതുകൊണ്ട് തന്നെ സെനറിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിട്ടായിരിക്കും സെനർ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വോൾട്ടേജ് കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും?
നമ്മുടെ സെന ഡയോഡിന്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സംഭവിക്കും. അതായത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഈ വോൾട്ടേജ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സെനറിന് എന്ത് ചെയ്യും, സെനറിന്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, സീരീസ് ആയിട്ട് ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് കൂടെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സിലിക്കണും ജെർമേനിയും ഒക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ആ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള ഒരു മെറ്റീരിയലും സെന ഡയോഡിന് 4.7 വോൾട്ടിന് എബോവ് കാണിക്കുമ്പോൾ അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേണ്ടുന്ന എന്ത് സംഭവിക്കും, ആവശ്യത്തിനുള്ള കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജിനെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് സീരീസ് ആയിട്ട് ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ്, സിലിക്കൺ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഓപ്ഷൻ വരുന്നത്, ആൻസർ വരുന്നത് എന്തായിരിക്കും, സീരീസ് വിത്ത് ഫോർവേഡ് ബയാസ്ഡ് സിലിക്കൺ ഡയോഡ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. സെന ഡയോഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും ഫോർവേഡ് ബയാസ്ഡ് സിലിക്കൺ ഡയോഡിന്റെ കൂടെ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. എ സെന ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഹാസ് ലോഡ് റിക്വയർമെന്റ് ഓഫ് 12 വോൾട്ട് ആൻഡ് 2 ആംപിയർ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വി ലോഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണെന്ന് പറയുന്നു. അതുപോലെ ലോഡ് കറണ്ട് IL എന്ന് പറയുന്നത് 2 ആംപിയർ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സെന ഡയോഡിന്റെ മിനിമം കറണ്ട് റിക്വയർമെന്റ്, അപ്പോൾ IZ മിനിമം എന്ന് പറയുന്നത് 0.2 ആംപിയർ ആണെന്ന് പറയുന്നു. മിനിമം വോൾട്ടേജ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ വി ഇൻ മിനിമം എത്രയാണ്, 24 വോൾട്ട്. അതായത് മിനിമം വോൾട്ടേജ് അറ്റ് ഇൻപുട്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വി ഇൻ മിനിമം എന്ന് പറയുന്നത് നമുക്ക് 24 ആണെന്ന് പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എഫിഷ്യൻസി ഈറ്റയാണ്. എഫിഷ്യൻസി ഈറ്റയുടെ കോമൺ ഇക്വേഷൻ എന്താണ്, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് പവറും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഇൻപുട്ട് പവറും കണ്ടുപിടിക്കണം. നമുക്ക് ഈസി ആയിട്ട് ഔട്ട്പുട്ട് പവർ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, പി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ലോഡ് ഇൻറ്റു ഐ ലോഡ് ആണ്. രണ്ടും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 12 വോൾട്ട് ഇൻറ്റു 2 ആംപിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 24 വാട്ട് എന്ന് കിട്ടും നമ്മുടെ ഔട്ട്പുട്ട് പവർ. ഇനി കണ്ടുപിടിക്കേണ്ടത് പി ഇൻപുട്ട് ആണ്. അതായത് പി ഇൻപുട്ട് എന്ന് പറയുമ്പം നമ്മൾ മാക്സിമം ഇൻപുട്ട് കറണ്ട് വെൻ സെന വോൾട്ടേജ് ഈസ് മിനിമം. ആ ഒരു കണ്ടീഷൻ ഇവിടെ ഓർക്കുക. മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് വെൻ സെനർ കറണ്ട് ഈസ് മിനിമം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണമെങ്കിൽ വി ഇൻ മിനിമം എടുക്കുക, വി ഇൻ മിനിമം. അതുപോലെ തന്നെ IZ മാക്സിമം ആണ് എടുക്കേണ്ടത്, IZ മാക്സിമം ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും I ഇൻ മാക്സിമം എന്ന് പറയുന്ന IZ മാക്സിമം ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IL-ഉം IZ മിനിമം കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് IZ മാക്സിമം കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ആംപിയർ പ്ലസ് 0.2 ആംപിയർ. ദെൻ ഇവിടെ ആൻസർ എന്ത് വരും, 2.2 ആംപിയർ എന്ന് കിട്ടും. എന്നിട്ട് ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി ഇന്നിന്റെ വാല്യൂവിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വി ഇൻ മിനിമം ആണ്. വി ഇൻ മിനിമം ഇവിടെ നമ്മൾ എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 24 ആണ്. IZ മാക്സിമം നമ്മൾ കണ്ടുപിടിച്ചു 2.2 ആംപിയർ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും, 24 ഇൻറ്റു 2.2 ദെൻ 52.8 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ പി ഇന്നും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ പി ഔട്ടും കിട്ടി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, പി ഔട്ട് ബൈ പി ഇൻ ആണ്. പി ഔട്ട് ബൈ പി ഇൻ എന്ന് പറയുമ്പോൾ പി ഔട്ട് എത്രയാണ്, 24 ഡിവൈഡഡ് ബൈ 52.8 എന്ന് കിട്ടും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 45.5% എന്ന് കിട്ടും. അത് ഓപ്ഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഓപ്ഷനിലുണ്ട്. എന്താണ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന, ഓപ്ഷൻ എ ആണ്. 45.5% ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ് ഹാവ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഫിൽറ്റർ. ഫിൽറ്ററിന്റെ ആപ്ലിക്കേഷൻ ഉള്ളത് ഏതിനാണെന്നാണ് നമുക്കറിയാം. ഇത് ഡയോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇത് സർക്യൂട്ടിൽ വരുന്നത് തന്നെ വേറൊരു പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് എന്ത്, ഫിൽറ്ററിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ അത് പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഏതാണ്, AC. ദെൻ AC യെ പാസ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യും.
ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? DC ആണ്. ഓക്കെ, ഇത് AC, ഇത് DC. അപ്പൊ ഇതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്താണ്? അങ്ങനെ ഫിൽറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഓൺ ഹെവി ലോഡ് വിൽ ബി. ഇവിടെ നമ്മൾ സെനർ ഡയോഡ് നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെനർ ഡയോഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി. ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സെനർ വോൾട്ടേജ് ഉണ്ട്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് എപ്പോഴും ലോഡിന് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ലോഡ് കറണ്ട് കൂടുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെനർ ഡയോഡിൽ ഹെവി ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് കറണ്ട് കൂടുകയാണ്. ലോഡ് കറണ്ട് I കൂടുമ്പോൾ സെനർ ഡയോഡ് മസ്റ്റ് കണ്ടക്ട് മോർ കറണ്ട് ടു മെയിൻറ്റെയിൻ ദ റെഗുലേറ്റഡ് വോൾട്ടേജ്. ഈ റെഗുലേറ്റഡ് വോൾട്ടേജ് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് മോർ കറണ്ട് കണ്ടക്ഷൻ സെനറിലൂടെ നടക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ സെനർ ഡയോഡിന് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റർ എന്ത് ചെയ്യണം? ഗ്രേറ്റർ പവർ ഡിസിപ്പേഷൻ നടത്തേണ്ടി വരും. അങ്ങനെ ഗ്രേറ്റർ പവർ ഡിസിപ്പേഷൻ ഈ പറയുന്ന സീരീസ് ആയിട്ടുള്ള RS റെസിസ്റ്റൻസ് നടത്തി കഴിഞ്ഞാൽ ഈ ഓവറോൾ സർക്യൂട്ടിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഓപ്ഷൻ D, ഹാവ് ലോ എഫിഷ്യൻസി ആയിരിക്കും. അതായത് ലോഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ, ഹെവി ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ലോ എഫിഷ്യൻസി ആയിരിക്കും തരാൻ പറ്റുള്ളൂ. ആ സർക്യൂട്ടിന്റെ ഹോൾ എഫിഷ്യൻസിയെ അത് ബാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് നമ്മൾ ഇപ്പോഴും പറഞ്ഞതാണ്. ഏത് ഡയോഡാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സെനർ ഡയോഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ A, സെനർ ഡയോഡ് ഈസ് ദ ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയോഡ് കണ്ടക്ഷൻ ഈസ് ഓൺലി ഡ്യൂ ടു ഇലക്ട്രോൺസ് ആൻഡ് നോട്ട് ഹോൾസ്. ഹോൾസ് കൊണ്ട് കണ്ടക്ഷൻ നടക്കുന്നില്ല, ഇലക്ട്രോൺ കൊണ്ട് മാത്രം കണ്ടക്ഷൻ നടക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ഷോർട്ട് കീ ഡയോഡ് ആണ്. ഷോർട്ട് കീ ഡയോഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഷോർട്ട് കീ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PN ജംഗ്ഷൻ ഡയോഡ് അല്ല. അതിന് പകരം പിക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു മെറ്റൽ പോർഷൻ ആണ്. അനദർ പോർഷൻ എന്ന് പറയുന്നത് N സൈഡ് ആണ്. മെറ്റൽ പോർഷൻ ആനോഡും N സൈഡ് നെഗറ്റീവ് കാഥോഡുമായിട്ടാണ് കണക്ട് ചെയ്യുക. ഇവിടെ ജംഗ്ഷൻ വരുന്നത് PN ജംഗ്ഷന് പകരം മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ആണ് വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തേ ഉണ്ടാവുന്നുള്ളൂ? കണ്ടക്ഷൻ ഈസ് ഓൺലി ഡ്യൂ ടു ഇലക്ട്രോൺസ് ആണ്. ഈ N സൈഡിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മൂലം മാത്രമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ D, ഷോർട്ട് കീ ഡയോഡ് ആണ് ആൻസർ വരിക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സെനർ ഡയോഡ്. സെനർ ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ടും രണ്ട് കാര്യങ്ങളാണ്. സെനർ ഡയോഡിന്റെ P സൈഡും N സൈഡും ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. എന്തായിരിക്കണം? ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ സെനർ ഡയോഡിന്റെ കറക്റ്റ് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ റിവേഴ്സ് ബയാസിലായിരിക്കണം കണക്ട് ചെയ്തിരിക്കുക. ഈ രണ്ട് പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളുക. സെനർ ഡയോഡിൽ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ആണ്, ജംഗ്ഷൻ ഡയോഡാണ് സെനർ ഡയോഡ്. അതേപോലെ തന്നെ റിവേഴ്സ് ബയാസിലാണ് അതൊരു സെനർ ഡയോഡായിട്ട് ആക്ട് ചെയ്യുക. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്താൽ ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡായിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കീ ഡയോഡ് ഹാസ് ഡാഷ് ലെയർ ആൻഡ് ഡാഷ് ടെർമിനൽ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഷോർട്ട് കീ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? ഒരു മെറ്റൽ പോർഷനും ഒരു PN ജംഗ്ഷനിലെ N സൈഡും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര ടെർമിനൽ ഉണ്ട്? ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. സോ 2 ടെർമിനൽ ആണുള്ളത്. 2 ടെർമിനൽ. അതുപോലെ എത്ര ലെയർ ഉണ്ട്? ഇവിടെ ഒരു മെറ്റൽ ലെയറും ഉണ്ട്, ഒരു N ലെയറും ഉണ്ട്. അതുകൊണ്ട് 2 ലെയർ തന്നെയാണുള്ളത്. അപ്പോൾ 2 ലെയർ 2 ടെർമിനൽ ഡിവൈസ് ആണ് ഷോർട്ട് കീ ഡിവൈസ്, ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിഗ്നൽ ഡയോഡ്. സിഗ്നൽ ഡയോഡ് എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് OA79 എന്നത് കൊണ്ടാണ്. OA79 എന്ന് പറയുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക, അതൊരു സിഗ്നൽ ഡയോഡ് ആണ്. ഓക്കെ, സിഗ്നൽ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ C ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിചയപ്പെടാം. IN4001 എന്ന് പറയുന്നത് ഒരു സാധാരണ റെക്ടിഫയർ ഡയോഡാണ്. ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ സൂചിപ്പിക്കുന്നതാണ് 1N4001 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BY126 എന്ന് പറയുന്നത് അങ്ങനെ കറക്റ്റ് ആയിട്ടൊരു റെപ്രസെന്റേഷൻ ഇല്ല. പക്ഷെ സാധാരണ ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് BZ148 ആണ്. അത് സാധാരണ പല മെമ്മറി ഡിവൈസിന്റെയും റെപ്രസെന്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് OA79 എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സിഗ്നൽ ഡയോഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ C OA79 ആണ് റൈറ്റ് ആൻസർ.
മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാരക്ടർ ഡയോഡ് ആർ യൂസ്ഡ് ഇൻ. നമ്മൾ പറഞ്ഞു വാരക്ടർ ഡയോഡിന്റെ പ്രത്യേകത എന്താണ്? വാരക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു വേരി ക്യാപ്പ് ആണ്, അതായത് ഡയോഡും കപ്പാസിറ്റൻസും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജിനനുസരിച്ചിട്ട് നമുക്ക് അവിടുത്തെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്യൂണിംഗ് സർക്യൂട്ട്സിലാണ്. അതായത് ട്യൂണിംഗ് സർക്യൂട്ട്സിലാണ് നമ്മുടെ വാരക്ടർ ഡയോഡിന്റെ കപ്പാസിറ്റൻസ് വോൾട്ടേജിനനുസരിച്ച് വേരി ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ട്യൂണിംഗ് സർക്യൂട്ട് ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഇതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചിങ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. സ്വിച്ചിങ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ സ്വിച്ചിങ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് ടണൽ ഡയോഡ് ആണ്. ടണൽ ഡയോഡിന്റെ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയാണ് ഹൈ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടണൽ ഡയോഡ് യൂസ് ചെയ്യുന്നു. അതുപോലെ പവർ സപ്ലൈ റെക്ടിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈപ്പ് ഓഫ് ഡയോഡ് യൂസിങ് ഇൻ 7 segment ഡിസ്പ്ലേ. അത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. 7 segment ഡിസ്പ്ലേ നമ്മുടെ കാൽക്കുലേറ്റേഴ്സിലും ഒക്കെ വരുന്ന ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? LED ആണ്. LED ഡിസ്പ്ലേ ആണ് 7 segment ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി LED ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off, your study partner, Click. Focus on what really matters.